കിരൺ, ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അത് കൂടുതലൊന്നും പ്രതികരിച്ചില്ല. ഇന്നലെ അല്പം കൂടി മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം അത് ആവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള തീരുമാനം എന്താണെന്നുള്ളതിൽ ഒരു സൂചന പോലും നൽകിയില്ല. പക്ഷേ എങ്ങനെ വായിച്ചെടുക്കണം ശരീരഭാഷ? എൽദോ, ഇനി CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഏറ്റവും നിർണായകമാണ്. കാരണം ആ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പാർട്ടി കൂടി പങ്കാളിയായ ഒരു സർക്കാർ ഇത് ആ പാർട്ടിയുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് തള്ളിക്കൊണ്ട് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ പൂർണ്ണമായും CPI മുന്നണി മര്യാദ CPM പാലിച്ചില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതിനപ്പുറം CPI എന്ന് പറയുന്ന പാർട്ടിയുടെ അഭിപ്രായത്തിന് അങ്ങനെ ഗൗരവമായ ഒരു വില CPM നൽകുന്നില്ല എന്നതുകൂടിയാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ ഏത് തരത്തിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണം ഇതിനോട് പ്രതികരിക്കേണ്ടതെന്നത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ഈ തരത്തിൽ പ്രതികരിച്ചത്. നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോഴും സമാനമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇനി ഇതുവരെയുള്ള നിലപാടുകൾ ഞാൻ പറഞ്ഞതെല്ലാം അതുതന്നെയാണ് പാർട്ടിയുടെ നിലപാട്. ഇനി അക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ്. ഇനി അങ്ങനെ ഒരു തീരുമാനം, ഒരു കടുത്ത തീരുമാനത്തിലേക്കൊക്കെ ചിലപ്പോൾ CPIക്ക് പോകേണ്ടി വരും. ഏത് തരത്തിലായിരിക്കും അതിനെ ഈ മുന്നണി നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ മുന്നണിയിൽ ബന്ധം കാര്യമായ രീതിയിൽ വഷളാവാതെ എങ്ങനെ പരിഹരിക്കാം, അങ്ങനെ പരിഹാര സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്കൊക്കെ CPIക്ക് സ്വാഭാവികമായും പോകേണ്ടി വരും. CPM പൂർണ്ണമായും CPIയെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നത് CPIയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് അത്തരം ഒരു തീരുമാനം ഈ സെക്രട്ടേറിയറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്കൊന്നും ഉടനെ ഒന്നും പോകാനുള്ള സാധ്യത എന്തായാലും നിലവിലില്ല. പക്ഷേ സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക അടക്കമുള്ള അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോവുക അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷവും പിന്നീട് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാവും അടുത്ത നടപടികളിലേക്കൊക്കെ പാർട്ടി കടക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു പ്രതികരണം CPIയുടെ ഭാഗത്തു നിന്ന് ഈ സെക്രട്ടേറിയറ്റിന് ശേഷം ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. റൈറ്റ്. എന്താണെങ്കിലും കൂടുതൽ പ്രതികരണങ്ങൾ ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമൊക്കെ പ്രതീക്ഷിക്കണം. എന്താണെങ്കിലും ഒരു ശക്തമായുള്ള നിലപാടിലേക്ക്, കടുത്ത നിലപാടിലേക്ക് CPI പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ട ഒരു സാഹചര്യമുണ്ട്. CPI ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം അത് നിലനിൽക്കുന്നു. മുന്നണി മര്യാദ ലംഘനം എന്നുള്ളതാണ് CPI പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. CPIയുടെ എതിർപ്പിനെ ഗൗനിക്കാതെ ഒരു തീരുമാനമെടുത്തതിൽ വലിയ അതൃപ്തി CPIക്കുള്ളിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കിരൺ, എന്താണെങ്കിലും കരാർ ഒപ്പിട്ടു. ഇനി നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ മുൻപും ഇങ്ങനെ മന്ത്രിസഭയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ തീരുമാനത്തിലേക്കൊക്കെ CPI പോയിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അത്തരം കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കാരണം CPI സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത അവഗണനയാണ്. അമർഷം പ്രകടിപ്പിച്ചു, അതൃപ്തി അറിയിച്ചു. ഇതിനപ്പുറത്തേക്ക് എന്നിട്ടും CPI കരുതുന്നില്ലല്ലോ, കണക്കാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമില്ലേ അവിടെ? രണ്ട് രീതിയിലാണ് പ്രധാനമായും CPI കാണുന്നത്. നേരത്തെ മാവോയിസ്റ്റ് വിഷയത്തിലായിരുന്നു. മാവോയിസ്റ്റ് വേട്ട സംബന്ധിച്ച് കേരളത്തിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ അത് CPMൻ്റെയും CPIയുടെയും ദേശീയ നയത്തിന് വിരുദ്ധമാണ് അത്തരം ഒരു ഏറ്റുമുട്ടൽ നടത്തുന്നത്. ഈ കഴിഞ്ഞ തവണയടക്കം മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാണ്. മാവോയിസ്റ്റുകളുടെ ഈ വിഷയങ്ങളെ ചോദിക്കുമ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അന്ന് CPIയുടെ ഭാഗത്തു നിന്ന് പരസ്യമായ വലിയ എതിർപ്പുകളൊക്കെ ഉയർത്തിയിരുന്നു. ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ മറ്റൊരു എതിർപ്പ് ഉയർന്നത് തോമസ് ചാണ്ടി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയിൽ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് CPI സ്വീകരിക്കുക, CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിയൊക്കെ ഉണ്ടായത്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സമാനമായ ഒരു വിഷയം തന്നെയാണ് ഉയർന്നത്. CPI പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് CPMൻ്റെയും CPIയുടെയും ദേശീയ നയം എന്താണ്, ആ ദേശീയ നയം PMശ്രീ പദ്ധതി, ആ ദേശീയ നയം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല, അത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നയമാണ് എന്നുള്ളതാണ്. ഈ PMശ്രീ പദ്ധതി ഒപ്പിടുമ്പോൾ തന്നെ PMശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണം എന്നുള്ളതാണ്. അല്പം മുമ്പ് അനിൽകുമാർ അടക്കമുള്ളവരെല്ലാം പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറയുന്നത് SSKക്ക് കിട്ടുന്ന ഫണ്ട് ആ ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഈ സ്കൂളുകൾക്ക് കിട്ടുന്ന ഫണ്ടിന് വേണ്ടിയൊന്നുമല്ല. അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങിയാൽ അവിടേക്ക് ആൾ പോകില്ല എന്നൊക്കെ പറയുന്നത് അത് ബാലിശമായ ഒരു ന്യായീകരണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ 1500 കോടി രൂപ, 1466 കോടി രൂപ, 1466 കോടി രൂപയ്ക്ക് വേണ്ടി, ആ ഒരു തുകയ്ക്ക് വേണ്ടി കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയും കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് തന്നെ നമ്മൾ ആലോചിക്കണം. അത് 1,98,800
1500 കോടി രൂപയോളം വരുന്ന വാർഷിക ബഡ്ജറ്റുള്ളൊരു സംസ്ഥാനമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് 1500 കോടി രൂപയ്ക്ക് വേണ്ടി അവർ പൂർണ്ണമായും ഈ ഒരു കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തെ നടപ്പാക്കാമെന്ന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുന്നെങ്കിലും ഉയരുന്ന ചോദ്യം, അല്ലെങ്കിൽ നടപ്പാക്കില്ല, ഞങ്ങൾ ഈ ഫണ്ട് വാങ്ങുക മാത്രമേ ചെയ്യൂ, അല്ലാതെ നയം നടപ്പാക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ തന്നെ കരാറിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥയിൽ തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP നടപ്പാക്കും എന്നുള്ളത് അടക്കം ഉൾപ്പെടുന്നുണ്ട്. അതെങ്ങനെ നടപ്പാക്കാതിരിക്കാം? അല്ലെങ്കിൽ അത് നടപ്പാക്കാതെ ഫണ്ട് മാത്രം വാങ്ങാൻ കഴിയുമോ? അത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ SSKക്ക് അവിടുത്തെ സർവ്വശിക്ഷാ അഭിയാൻ അടക്കമുള്ള ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ, അത്തരം ചോദ്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായും കേരള CPM മറുപടി പറയേണ്ടി വരും. റൈറ്റ്, അത് തന്നെയാണ് എന്തായാലും പ്രധാനപ്പെട്ടത്. എന്തായാലും വലിയ തോതിൽ റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ മന്ത്രിമാരെ പിൻവലിക്കാനുള്ള ആലോചനകൾ പോലും CPIക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത്, അത്തരത്തിലൊരു നീക്കത്തിലേക്ക് CPI പോകുമോ എന്നുള്ളത് കാത്തിരുന്നു. കാരണം എന്താണെങ്കിലും CPI ഇതിൽ നിർണായകമായിട്ടൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കിരൺ, ഇപ്പോൾ നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, അനിൽകുമാർ പറഞ്ഞപ്പോൾ ഇതിനെ ന്യായീകരിച്ചത്, ഇതിൽ കേന്ദ്ര സർക്കാർ വെച്ച ഒരു കെണിക്ക് ഒരു മറുകണി ഒരുക്കുകയായിരുന്നു കേരളം എന്നുള്ള ന്യായമാണ്, വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് ഇത് നടപ്പാക്കണമെന്നില്ല, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതിന് എതിര് തന്നെയാണ് ഇപ്പോഴും, പക്ഷേ അത് ഒരു സ്കൂളുകളിൽ നടപ്പാക്കില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഒന്നാമത്തെ വ്യവസ്ഥയിലെ PMശ്രീ പദ്ധതി അത് നടപ്പാക്കണമെങ്കിൽ ഒന്നാമത്തെ വ്യവസ്ഥ പ്രധാനമായും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ കേവലം വാദത്തിനും അപ്പുറത്തേക്ക് കൂടുതലൊന്നും അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതില്ലല്ലോ. എൽദോ, സ്വാഭാവികമായും അത് വലിയൊരു കുരുക്കിലേക്ക് കൂടിയാകും പോവുക. കേരളത്തിൻ്റെ നിലവിലുള്ള കേസുകളെ അടക്കം അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതടക്കം ഉള്ള ചോദ്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കാണുന്നത് പ്രധാനമായും ഈ 1466 കോടി രൂപ ഇനി അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഈ വലിയൊരു തുക കേരളത്തിന് കിട്ടിയാൽ, കഴിഞ്ഞ വർഷത്തൊക്കെ തുക കേരളത്തിന് നഷ്ടപ്പെട്ടു, ആ തുക സമാനമായ രീതിയിൽ 2022 സെപ്റ്റംബർ 7 വരുന്ന പദ്ധതി 23, 24 വർഷവും 24-25 വർഷവുമൊക്കെ ആ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ നമുക്ക് ആ തുക നഷ്ടപ്പെട്ടു. ഇനിയും ആ തുക നഷ്ടപ്പെടരുത്. അത്രയും തുക കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ വെച്ച് PMശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ ഒരു വർഷം 1,17,00,000 രൂപയാണ് കിട്ടുന്നത്. അതിൽ 60% കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നു, 40% സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നു. അതാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് 10,75 ലക്ഷത്തോളം രൂപ കിട്ടാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അങ്ങനെ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ SSKയുടെ, നേരത്തെ അനിൽകുമാർ പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്, SSKക്ക് അടക്കമുള്ള ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഇതുവഴി മേടിച്ചെടുക്കുക, അല്ലാതെ നയം നടപ്പാക്കാനോ അല്ലെങ്കിൽ സ്കൂളുകൾ കിട്ടുന്ന ഈ തുകയൊന്നും അല്ല ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി ഒപ്പിട്ട് ഞങ്ങൾ നയം നടപ്പാക്കാം എന്ന് അംഗീകരിച്ച് ഒരു കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ, വീണ്ടും ഈ തുക തടഞ്ഞു വെക്കാനുള്ളൊക്കെയുള്ള ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ തുക തരാം എന്ന് പറഞ്ഞാൽ നാളെ തരുന്ന ഒരു തുകയൊന്നുമല്ല. ഇത് പല ഘട്ടങ്ങളിലായി പല രീതിയിൽ എത്തേണ്ട തുകയാണ്. അല്ല തുക കിട്ടിയതിന് ശേഷം നാളെ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും, അല്ലെങ്കിൽ എങ്ങനെ ഒരു സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ CPM തന്ത്രപരമായി കാണുന്നൊരു വിഷയം, ഇനി മുന്നിലുള്ള 6-8 മാസങ്ങളാണുള്ളത്. ആ മാസങ്ങൾക്കുള്ളിൽ എന്തായാലും ആ ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടതില്ല. അത്തരം തർക്കങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പണം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാം. തൽക്കാലം സർക്കാരിന് സാമ്പത്തികമായി ലാഭം കിട്ടുകയും ചെയ്യും. നയം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നിയമപരമായ പോരാട്ടത്തിലോ ഒക്കെ നീങ്ങാം. ഈ സർക്കാരിൻ്റെ കാലാവധി വരെ എന്തായാലും അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള വഴിയില്ല. അത്തരമൊരു തന്ത്രപരമായ നീക്കമാണ് CPM നടത്തുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ CPIയെ സംബന്ധിച്ച് അവർ അസന്ദിഗ്ധമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചു. അത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി നിലപാടാണ്. രണ്ട് പാർട്ടിക്കും ഒരേ നിലപാട് തന്നെയാണ് ഉള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം NEP നടപ്പാക്കില്ല. അത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ളത്. മറ്റ് കൃഷി വകുപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിലോ ഒക്കെ പണം വാങ്ങുന്നത് പോലെയല്ല, കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ വാങ്ങുന്നത്. അവിടെയൊക്കെ ഏതെങ്കിലും നയം നടപ്പാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥകൾ നടപ്പാക്കാനോ ഒക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ ജീവിതവുമായോ അല്ലെങ്കിൽ ഭാവിയുമായോ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ള ആരോപണം അതീവ ഗുരുതരമായി തന്നെ എത്രയോ കാലമായി CPMഉം CPIയും ഇടതു പാർട്ടികളും കോൺഗ്രസും അടക്കം ഉന്നയിക്കുന്നതാണ്. അത്തരമൊരു ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ അത്തരമൊരു നയം നടപ്പാക്കാൻ പരോക്ഷമായിട്ടെങ്കിലും കരാറിലൂടെയെങ്കിലും സാങ്കേതികമായി കേരളം അംഗീകരിക്കുന്നു എന്നത് ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തും എന്നുള്ള വാദം കൂടിയാണ് CPI ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രായോഗികമായി ഉണ്ടാകുന്ന വിഷയം CPI പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. CPIയുടെ നിലപാട് തള്ളിക്കൊണ്ട് CPM ആ കരാറിൽ ഒപ്പിട്ടു. ഇനി ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിലും അതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം CPI നിർണായക യോഗങ്ങൾ തുടരുകയാണ്. അതിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇടവേള.